വർഷ സച്ചിയോട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ നമുക്കൊരു വീൽ ചെയർ വാങ്ങിക്കൂടെ? അങ്ങനെ ആകുമ്പോൾ രേവതി ചേച്ചിക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടല്ലോ. ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നും കിടന്നും കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? ഇനിയും കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചില്ല, അത് നല്ലൊരു ഐഡിയ എന്തായാലും വർഷ പറഞ്ഞത് പറയും. അപ്പോൾ വർഷ പറയും, എനിക്കിവിടെ കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു രേവതി ചേച്ചീനെ നോക്കിയിട്ട്. പക്ഷേ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് റെക്കോർഡിങ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട്, കാരണം എന്നാലേ എപ്പിസോഡ് ഔട്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ വർഷയോട് പറയും, അത് കുഴപ്പമില്ല വർഷ, ഇവളെ നോക്കാൻ ഞാനുണ്ടല്ലോ, നീ പോയിക്കോ എന്ന് പറയും. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വർഷ ചോദിക്കും, സച്ചിയേട്ടന് എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചിക്ക് ആകെ സന്തോഷമാവും. അപ്പോൾ സച്ചി പറയും, നീ എന്നോട് അങ്ങനെ ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം വർഷേ എന്നിങ്ങനെ പറയും. എന്നോട് ഇതുവരെ അങ്ങനെ ആരും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, ഇപ്പം അങ്ങനെ ചോദിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് സച്ചി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കും, എങ്ങോട്ടാണ് പോകണേ ചോദിക്കുമ്പോൾ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ്, ഈ ആക്സിഡൻറ്റിനെ പറ്റിയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോകാൻ നിൽക്കുക, നീ ഇവിടെ അച്ഛനുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ സച്ചി പോവുകയാണ്. അപ്പോൾ സച്ചി പോകുമ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ രവിയോട് പറയും, അച്ഛാ ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, അങ്ങനെ കേസ് കൊടുക്കാൻ എന്ന് പറയും. അപ്പോൾ രവി പറയും, നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, നീ എന്നെ കൂടെ കൈകാര്യം ചെയ്യാതെ പോലീസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നീ അത് പോലീസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചല്ലോ, അതെന്തായാലും നന്നായി എന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പം രേവതിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ രാവിലെ ഭക്ഷണവും ചായയൊക്കെ കൊടുത്തു, ഇനി അവൾക്ക് വല്ല വേദനയൊക്കെ അച്ഛന് തോന്നുകയാണെങ്കിൽ ആ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കണം, അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, വേദന എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, വേദന ഉണ്ടെങ്കിൽ അവൾ പറയില്ല, കണ്ടറിഞ്ഞ് കൊടുക്കുക വേണ്ടത്. അപ്പം അച്ഛൻ അതൊക്കെ ചെയ്യണേന്നൊക്കെ പറയുമ്പോൾ രവി പറയും, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം, നീ പറഞ്ഞ് പഠിപ്പിച്ചു തരുമൊന്നും വേണ്ട എന്നൊക്കെ പറയും. അങ്ങനെ സച്ചി പോയതിന് ശേഷം രേവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കും, മോളെ അച്ഛമ്മേനെ വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ രവി പറയും, എന്നാൽ ഞാൻ വിളിക്കട്ടെ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മേനെ വിളിക്കുകയാണ്. അപ്പം അച്ഛമ്മയുടെ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേൾക്കും കേട്ടോ, ഇത്രയും ദിവസമായിട്ട് എന്നോട് എന്താ പറയാഞ്ഞേ 2 ദിവസമായിട്ടെന്നൊക്കെ ചോദിക്കും. അങ്ങനെ രേവതി പറയും, അതൊന്നും കുഴപ്പമില്ല അച്ഛമ്മ, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ അച്ഛമ്മ ടെൻഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത് എന്നൊക്കെ പറയും. അങ്ങനെ അച്ഛമ്മ പറയും, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അച്ഛമ്മ വന്നിട്ട് ശ്രുതിക്ക് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട്, അടിച്ചോരാനും തുടയ്ക്കാനും തിരുമ്പാനും ഒക്കെ പണിയെടുപ്പിക്കുകയാണ് ശ്രുതിനെ. അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.